നിങ്ങളെ വിചാരം എന്താ? ലോകസുന്ദരിമാരെന്നാണ് നിങ്ങളെ വിചാരം? ഞാപ്പോ എന്താ വിചാരം? ഏത് പെണ്ണുങ്ങളെ? ഞങ്ങളെ അയൽവാസി ഉണ്ടല്ലോ, ഓരോരുത്തർ ഇവിടൊക്കെല്ലേ ആരൊക്കെ? ൊക്കെ ഓരൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരു കളിക്കാനൊക്കെ കൂട്ടിന്നിട്ടാ. ഇപ്പൊ ഓരോരുത്ത ഓരോ മരക്കൾ എല്ലാരും കൂടി വർത്താനം പറഞ്ഞിരിക്കുന്നിട്ടാ. എന്നിട്ട് അപ്പൊ ഞാൻ ഓരോരുത്തർ ചെന്ന് ഇങ്ങനെ ഇരുന്ന് അപ്പൊ ഇന്ന ഒരു പറയാളാ, എന്താടാ ഇവിടെ വന്നിരിക്കുന്നത്? പെണ്ണുങ്ങൾ അടുത്തടെ വന്നിരിക്കുന്നത്. അങ്ങോട്ട് പോടാ, പെണ്ണുങ്ങൾക്ക് എന്തൊക്കെയാ പറയാണ്ടാവാടാ, ഇങ്ങനെ അങ്ങനെ വന്നത് ചോർത്ത് നിൽക്കണു, എനിക്ക് ആണുങ്ങളപ്പം പോയി നിന്നോടാറുണ്ട്. പിന്നെ അവർ വന്നിച്ച് സംഭവം ശരിയല്ല. പെണ്ണുങ്ങളെ പോയിക്കണോ? ചെറുപ്പത്തിൽ ഞങ്ങൾ എത്രപോലെ ടോയൊക്കെ കളിച്ചതാണ്, കൊത്തങ്കാലൊക്കെ ആടിയതാണ്. ഓരിങ്ങനെ കൊത്തങ്കാലം ആടുമ്പോ അങ്ങനെ നോക്കി നിന്നപ്പോ അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പണ്ടത്തെ കാലത്തല്ലേ? ഇപ്പൊ ഓരോരോ മക്കളും കുറെ ആൾക്കാർ വന്നപ്പോഴേ ഓർക്കൊക്കെ ഒരു ഇതായി. ഇപ്പൊ അങ്ങനൊന്നും നടക്കില്ല കുഞ്ഞാപ്പോ. ഇപ്പൊ കാലത്ത് വേറെയാണ്. ഈ ഗണിമിത്തിനും പറഞ്ഞിട്ട് നടക്കാനാച്ചിട്ടാവും ഓര് പറഞ്ഞു കേട്ടിട്ടേ. ഞാന് ഇപ്പൊ പറിച്ചിരുന്നില്ല, നാളൊക്കെ ഞാന് നടക്കാനാവുന്നില്ല, നടക്കുച്ചിട്ടാവും ഈ ഗണിമത്തിനും പറഞ്ഞിട്ട്. നടന്നാട്ടെ. എന്നിട്ട് എന്തൊക്കെയായി പറയേ? എന്നിട്ട് എന്താ വിജയത്തിന് പോയിന്ന്? അപ്പൊ എന്നോട് പറയാനുള്ളത്, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാ കുഞ്ഞാപ്പോ ഇപ്പൊ 2-3 ദിവസം മുന്നല്ലേ, 4 ദിവസം മുന്നല്ലേ സൈനാത്താൻ്റെ അടുത്ത് വന്നിരുന്നല്ലോ, എന്തേ? അത് എന്നോട് പറയാന്. സൈനാത്ത അങ്ങോട്ട് വന്നില്ലേ? സൈനാത്ത മോനെ ഏതാ വളവത്തി കജ്ജിയിൽ കായ് വേറെ അവര് മാപ്പിള ഗൾഫിലാണ്, മറ്റൊരു ഗൾഫിലാണ്, ഇവര് ഗൾഫിലാണ് കേട്ടാ. എന്റെ ഉമ്മ ഒന്നും ഇല്ലാത്ത എന്റെ ഉമ്മാനോടൊന്ന് ചോദിക്കുവല്ലോ, ഈ ഭാഗത്ത് കയ്യില് 1000 രൂപ എടുക്കാണ്ടാ, കജ്ജില് 5 കായില്ല, എനിക്ക് 2 ദിവസം കഴിഞ്ഞാണ് തരാന്ന്. എന്നോട് പറ, ഇന്റെ ഇമ്മേന്നെ കായില്ലാതെ ആ ഗ്യാസേരം വരും ചെയ്ത് കായില്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുമ്പോഴാണ് സൈനാത്താന്റെ വരവ്. പിന്നെ അതല്ല രസം, അത് 3-4 ദിവസം മുന്നല്ലേ. ഇപ്പൊ മിഞ്ഞാന്ന് ജാനേച്ചി പറഞ്ഞപ്പോഴാ മനസ്സിലായത് എന്താന്നുള്ളത്. ജാനേച്ചി ഗ്യാസ് വരെ വന്നു തരണ്ടായിരുന്നു. അപ്പൊ ജാനേച്ചി ഉമ്മ പറഞ്ഞു കയ്യിൽ കായില്ല, അപ്പൊ എന്താ ജാനോ അത് പൈസ എന്തെങ്കിലും ഉണ്ടെന്ന് എടുക്കാനോ ചോദിച്ചപ്പോ ജാനേച്ചി പറഞ്ഞു, ഭാഗത്തുമേ 5 കായില്ല, തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ തരാൻ. ഇപ്പൊ തൊഴിലുറപ്പും ഇല്ല, കുഞ്ഞാപ്പൂനെ അറിയാലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്നെയാണ് ഉമ്മ, തൊഴിലുറപ്പൊന്നും ഇല്ലാട്ടില്ലെങ്കിൽ ജാനോച്ച് തരുമോ പറഞ്ഞു. അപ്പൊ ജാനോച്ച് പറഞ്ഞത് അങ്ങോട്ട് സൈനാത്താണ്ട് പോയി ചോദിച്ചോക്കി, ഓരോരുത്തർ ചെറുപ്പം ഗൾക്കാരല്ലേ, ഒരു മക്കളൊക്കെ ജോലിയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ കായ് തരും ചോദിച്ചോക്കി പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാ കുറച്ച് പേര് വരും, ഗ്യാസാരും എത്തിയിട്ടില്ല, വരുമ്പോ കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ ജാനോച്ച് കണ്ട് പോയി. അപ്പൊ ജാനോച്ച് അങ്ങോട്ട് ജാനേച്ചി പോകുമ്പോ പറഞ്ഞത്ര സൈനാത്താനോട്, എന്താണ് വിവാഹത്തും കണ്ട് പൈസ എന്നോട് ചോദിച്ചു, പാവം കൊടുക്കാനും ഒന്നുമില്ല, നിങ്ങളോട് ചോദിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങളുണ്ടെന്ന് കൊടുത്താളിയേ. ഈ സൈനാത്ത വലിയ ബുദ്ധിമതിയാണ്, ഇമ്മ ചെയ്യൂന്ന് കണ്ടപ്പോ ജാനേച്ചി പോയി പറഞ്ഞതാണ് അങ്ങോട്ടൊന്നും ചോദിക്കുമ്പോഴേ, ഇന്റെ കായ് ചോദിച്ചിന്റെ അടുത്തൊന്നും ഇല്ലാന്ന്. സൈനാത്ത വലിയ ബുദ്ധിമതിയാണ്. സൈനാത്ത ഉണ്ട്, ജാനേച്ചി ആണ് പോയിന്റ്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ ജാനേച്ചി പറഞ്ഞത്, പിന്നെ ജാനേച്ചി പറഞ്ഞതല്ലേ പറഞ്ഞിരുന്നു. ജാനേച്ചി പോയിന്റ് ദിവസം മണ്ടി കളിച്ച് വരുന്നു ഞങ്ങളോട് കായ് ചോദിക്കാൻ. അങ്ങോട്ട് പോയിച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. സൈന എന്താണ് ജാനേച്ചി പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. എന്നിട്ട് കഞ്ഞി കുടിക്കാനും കൂടി ഞങ്ങൾ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് ഒരു കായ്. ഒന്നുമില്ല കായ്, എന്താണ് വിവാക്കാത്ത നിങ്ങള് കായുണ്ടെങ്കിൽ ഒരു 1000 രൂപ ഇട്ടാളേ. എന്നോട് പറയാം, ഇമ്മ എന്റെ അമ്മയ്ക്ക് വലിയ പൊട്ടി. ഇമ്മ അറിയും ഈ ഗ്യാസിന്റെ ഇതും കൂട്ടുണ്ട്, ഇമ്മ അറിയും ഇത് 100 രൂപ ഉണ്ട്, നിങ്ങൾക്ക് ഇതന്നെ ഓളൂ, ഇത് വേണോ ചോദിച്ചപ്പോ അള്ളാ 100 രൂപ കിട്ടിയിട്ട് കാര്യമില്ല, എന്നാ ഞാൻ വേറെ ആരെങ്കിലും ചോദിച്ചാലാ, കായ് ഒന്നുമില്ല, എന്താ ചെയ്യാ റബ്ബേ എന്നിട്ട് പോയി. ഉമ്മ പറയാ ഇത്രയും പണം ഉണ്ടായിട്ട് എന്താ മനുഷ്യന്മാരെ കാര്യമില്ല, ചിലപ്പോ ഉണ്ടാവൂല, ബാങ്കിൽ വന്നിട്ടുണ്ടാവൂല, അതേ ഇക്കാര്യമാണ്. അപ്പോഴല്ലേ സംഗതി ജാനേച്ചി പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ജാനേച്ചി ഞാൻ പോകുമ്പോ പറഞ്ഞപ്പോ എല്ലാവരും ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ആദ്യം ചോദിച്ചത് എന്താ സാധനല്ലേ, അല്ലെങ്കിൽ എന്റെ ഉമ്മ മോനെ കൊടുക്കാത്ത ആളൊന്നല്ല. 1 ദിവസം 2 ദിവസം വൈകാലും ഉമ്മ 3 ദിവസം മുന്നേ കൊടുക്കും.
2 ദിവസം വൈകാലും 3 ദിവസം മുന്നേ കൊടുക്കും ഉമ്മ. എവിടെയെങ്കിലും മേടിച്ചിട്ട് ഇത് ഉമ്മ കൊടുക്കും. അല്ലാതെ എന്റെ അമ്മ അങ്ങനത്തെ ആവുന്നില്ല കേട്ടാ. എന്റെ അമ്മ എന്താണ് കുറച്ച് എല്ലാരും പറഞ്ഞ മാതിരി കുറച്ച് വായിലെ നാവൊക്കെ ഉണ്ട് എന്നല്ലാതെ ഉമ്മ കായ് കൊടുക്കാതിരിക്കൊന്നുമില്ല. എന്നിട്ട് നിങ്ങളെടുത്ത് അല്ല എന്നിട്ടെന്താ ഞാനെടുത്ത് പറഞ്ഞപ്പോൾ അറിഞ്ഞതല്ലേ. എന്നിട്ട് കാശാനം വന്നപ്പോ ഞങ്ങൾ അടുത്തുള്ള പെരേക്കാർ പുതിയ പെരക്കാര് വന്നില്ല. അപ്പുറത്തെ ഒരു പെരുണ്ടല്ലോ, ഓരോന്ന് കായ് ചോദിച്ചു ഓര് വേഗം തരും ചെയ്തു. ഞങ്ങള് കൊടുത്തു മാനേ എന്നോട് പറയാന് തന്നെയല്ലേ. അല്ല ചിലവരങ്ങനെ ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പാവല്ല ഓരോ മകന് ഒരാള് ബാങ്കിലുണ്ടല്ലോ, അവരൊന്നും കായ് കൊടുത്തു. 2 ആള് ഗൾഫിയിലുണ്ടല്ലോ. അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഗൾഫിയിലുണ്ടല്ലോ. കൊടുത്താ കിട്ടൂലാച്ചിട്ടാവും. നിങ്ങൾക്ക് തന്നാലേ തിരിച്ചു കൊടുക്കൂലാച്ചിട്ടാവും. എന്നാ തരുന്നവരുണ്ട് കേട്ടോ. അല്ല നാളെ ഒരാഴ്ച മുന്നേ മുന്നേ 100 റുപ്യ നമ്മൾ മേടിച്ച്. എന്നിട്ട് ഉമ്മ മറന്നതല്ല, അമ്മ കൊടുക്കാൻ വൈകി. അങ്ങനെ ഉമ്മ 100 കൊടുത്തപ്പോ ഒരു പറഞ്ഞത്ര ഞങ്ങളോട് വെച്ചോളിയാണ്. അതേമാതിരി അപ്പൊ ഉമ്മ പിന്നെ കൊറേ പറഞ്ഞപ്പോ ഒരു വേണ്ടെന്ന് ഞാൻ പൊരുത്തപ്പെട്ടിങ്ങനെ പറഞ്ഞു. ഇനി ഇതേമാതിരി 1000 രൂപ കൊടുക്കൂലാച്ചിട്ടാവും. അങ്ങനെ ആവൂലേ? എന്നാലും അതല്ലടാ, ആ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണ്. പെണ്ണുങ്ങൾ വേറെ ചെക്കക്ക് വേറെ കളിച്ചൂടെ? ഞങ്ങളിപ്പോ ഇങ്ങനെ നടക്കും ചെക്കൻ. അതല്ല ഞാൻ പറഞ്ഞേ, ആ കോടതിന്ന് ഒരു പറഞ്ഞൊക്കെ ചെവിടെ ഓർത്തിട്ട് മറ്റേ ആൾക്കാരോട് നടന്ന് പറയിച്ചിട്ടാവും. ഞാൻ എല്ലാരോടും പറയുന്നില്ല, ഞാൻ എന്നോട് പറയും, പിന്നെ പ്രകാശനോട് പറയും. അങ്ങനെ 2 ആളോട് പറഞ്ഞാൽ മതിയല്ലോ. ആൾക്കാരോട് പറയുള്ളൂ. അത് നാളെ അറിഞ്ഞിക്കണില്ലേ ഓരെന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞിട്ടാവും. ഒരു പറഞ്ഞപ്പോ വാടക കളിക്കാനെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ പോട്ടെ, എന്താ കൊടുക്കണ്? ഞാനൊക്കെ ആ ദേശം മറിച്ച് പറഞ്ഞതാണ്. എന്നാ ഇവിടെ നിക്കണ ആൾ വരെ പോണ്ടോ? ഞാൻ കുറച്ചു നേരം നിന്നിട്ട് ദേശം മറിച്ച് ഞാൻ പോവുള്ളൂ. എന്നാ ഞാൻ പോട്ടെ. ചോദിക്കോ.